ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് അനാട്ടമി. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യാം നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പോൾ നേരെ പോവാം. ഒന്നാമത് നമ്മൾ ഗ്രീക്ക് പീരീഡിലോട്ട് പോവുകയാണ്. ഹിപ്പോഗ്രേറ്റ്സ് ഓഫ് കോഴ്സ്. ഇതാണ് നമ്മുടെ ഹിപ്പോഗ്രേറ്റ്സ്. ഓക്കെ, നല്ല സുന്ദരനാണ് അല്ലേ. സോ ഇദ്ദേഹത്തിന് എന്താണ് പ്രത്യേകത നോക്കാം. ഹി ഈസ് ദ ഫാദർ ഓഫ് മെഡിസിൻ. ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ ഫൗണ്ടർ ഓഫ് അനാട്ടമി. ഫൗണ്ടർ ഓഫ് അനാട്ടമിയുടെ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് അറിയപ്പെടുന്നത് ഹിപ്പോഗ്രേറ്റ്സിനെയാണ്. സോ ഇതാണ് ഈ പുള്ളി. ഓക്കെ, നമ്മളിനി രണ്ടാമത്തെ ആൾ പരിചയപ്പെടാം. ഹെറോഫിലസ് ഓഫ് ചാൽസിലോൺ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ നോക്കാം. He is called the father of anatomy and he was a Greek physician and was one of the first to dissect the human body. He distinguished cerebrum from cerebellum, nerves from tendons, arteries from vein and the motor from sensory nerve. He described and named the part of eye, meninges, torcular hairophyly, fourth ventricle with the calamus scriptorius, hyoid bone, duodenum, prostate gland, etc. സോ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? ഫാദർ ഓഫ് മെഡിസിൻ എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നു. is the first to dissect the human body. ഓക്കെ, ഈ പോയിന്റ് നോട്ട് ചെയ്യുക. ആൻഡ് ദെൻ ഹി ഡിസ്റ്റിങ്ഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ? സെറിബ്രം ഫ്രം സെറിബെല്ലം, നെർവ് ഫ്രം ടെൻഡൻസ്, ആർട്ടറീസ് ഫ്രം വെയിൻസ്, മോട്ടോ ഫ്രം സെൻസറി നെർവ്സ്. അതേപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഓരോ കാര്യത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുകയും അതിന് നെയിം കൊടുക്കുകയും ചെയ്തു. എന്തിനൊക്കെ? ഐ, മെനിഞ്ചസ്, ടോർക്കുലാർ ഹെറോഫിലി, ഫോർത്ത് വെൻട്രിക്കിൾ വിത്ത് കലാമസ് സ്ക്രിപ്റ്റോറിയസ്, പിന്നെ ഹയോഡ് ബോൺ, ഡ്യൂഡനം, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ഓക്കെ, നമ്മൾ മൂന്നാമത്തേലോട്ട് പോകുന്നു. ഇതാണ് ഹെറോഫിലസ്. ഇദ്ദേഹം ഡിസെക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റാച്ചു ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. ഗാലൻ ഓഫ് പെർഗമൺ ഈസ് പ്രിൻസ് ഓഫ് ഫിസിഷ്യൻ, പ്രാക്ടീസ്ഡ് മെഡിസിൻ അറ്റ് റോം. ഹി വാസ് ദ ഫോർമോസ്റ്റ് practitioner of his days and the first experimental physiologist. He wrote voluminously and theorized the dogmatized on many medical subjects like anatomy, physiology, pathology, symptomatology and treatment. സോ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? പ്രിൻസ് ഓഫ് ഫിസിഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആൻഡ് പിന്നെന്താണ്? ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ ഫിസിയോളജിസ്റ്റ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന് പിന്നെ എഴുതിയിരുന്ന ബുക്കുകളാണ് ഏതാണ്? അനാട്ടമി, ഫിസിയോളജി, പത്തോളജി, ഈ പറഞ്ഞ ഐറ്റംസൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ എഴുതിയിരുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് ഇതാണ് നമ്മുടെ ഗാലൻ. ഓക്കെ, നമ്മൾ അടുത്ത ആളെ പരിചയപ്പെടാൻ പോകുന്നു. മുണ്ടിനസ് ഓർ മോണ്ടിനോട്ട് ലുസി. The restorer of anatomy was an Italian anatomist and professor of anatomy at Bolzano. He wrote a book Anatomia, which was the standard anatomical text for over a century. He taught anatomy by dissection, for which his text was used as a guide. He was the most renowned anatomist before Vesalius. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? റീസ്റ്റോറർ ഓഫ് അനാട്ടമി എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ അനാത്തോമിയ എന്ന ടെക്സ്റ്റ് ബുക്ക് അദ്ദേഹം എന്ത് ചെയ്തു? പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. സോ നമ്മൾ അടുത്ത ആളെ പരിചയപ്പെടാം. മ്യൂണ്ടിനസ് ഓർ മോണ്ടിനോട്ട് ലുസി എന്നാണ് പറയുന്നത്. ദ റീസ്റ്റോറർ ഓഫ് അനാട്ടമി വാസ് ആൻ ഇറ്റാലിയൻ അനാട്ടമിസ്റ്റ് ആൻഡ് പ്രൊഫസർ ഓഫ് അനാട്ടമി അറ്റ് ബോൾഗാനോ. ഹി റോട്ട് എ ബുക്ക് അനാത്തോമിയ വിച്ച് വാസ് ദ സ്റ്റാൻഡേർഡ് അനാട്ടോമിക്കൽ ടെക്സ്റ്റ് ഫോർ ഓവർ എ സെഞ്ചുറി. ഹി തോട്ട് അനാട്ടമി ബൈ ഡിസെക്ഷൻ, ഫോർ വിച്ച് ഹിസ് ടെക്സ്റ്റ് വാസ് യൂസ്ഡ് ആസ് എ ഗൈഡ്. ഹി വാസ് ദ മോസ്റ്റ് റിനോവ്ഡ് അനാട്ടമിസ്റ്റ് ബിഫോർ വെസേലിയസ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അദ്ദേഹത്തിന് റീസ്റ്റോർ ഓഫ് അനാട്ടമി എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ബുക്ക് എഴുതി. അതിൻ്റെ പേരാണ് അനാത്തോമിയ എന്നൊരു ബുക്ക്. ഡിസെക്ഷൻ വഴിയാണ് അനാട്ടമി പഠിച്ചത്. അപ്പോൾ അതിനായി അദ്ദേഹത്തിൻ്റെ ബുക്ക് ഒരു വഴികാട്ടിയായിട്ട് മാറി. അപ്പം അതേപോലെ തന്നെ വെസേലിയസിന് മുമ്പ് ഏറ്റവും പ്രശസ്തമായ അനാട്ടമിസ്റ്റ് എന്നറിയപ്പെടുന്നത് മോണ്ടിനോട്ട് ലുസി എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിനാണ്. സോ അടുത്തതാണ് നമ്മളുടെ 15th സെഞ്ചുറിയോട് പോകുമ്പം ലിയാനോ ഡ വിഞ്ചി. അദ്ദേഹത്തിന് നമുക്ക് അറിയാത്തതായിട്ട് ആരുമില്ല ഇപ്പോൾ അല്ലേ. എന്താ നോക്കുക അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? ഒറിജിനേറ്റർ ഓഫ് ക്രോസ് സെക്ഷൻ അനാട്ടമി വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ജീനിയസ് ദ വേൾഡ് ഹാസ് നോൺ. അറിയപ്പെടുന്നത് എന്താണ്? ഒറിജിനേറ്റർ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് അനാട്ടമി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും മഹത്തായ പ്രതിഭകളിൽ ഒരാളാണ് ഇദ്ദേഹം. ദെൻ ഇതാണ് നമ്മുടെ ലിയാനോ ഡ വിഞ്ചി. അപ്പോൾ നമ്മൾ അടുത്താളെ പരിചയപ്പെടാൻ പോവുകയാണ്. 16th സെഞ്ചുറിയിലോട്ട് പോവുകയാണ്. വെസേലിയസ്. വെസേലിയസിൻ്റെ പ്രത്യേകത എന്താണ്? ഹി ഈസ് ദ റിഫോമർ ഓഫ് അനാട്ടമി. ഹി വാസ് പ്രൊഫസർ ഓഫ് അനാട്ടമി അറ്റ് പഡ്വ. He is regarded as the founder of modern anatomy because he thought that anatomy could be learned only through dissection. He opposed and corrected erroneous concept of Galen and fought against his authorities, thus reviving anatomy after a deadlock of about 15th century. Okay, അപ്പം വെസേലിയസിൻ്റെ എന്തൊക്കെയാണ്? റീഫോമർ ഓഫ് അനാട്ടമി എന്ന പേരിൽ അറിയപ്പെടുന്നു. മോഡേൺ അനാട്ടമിയുടെ ഫൗണ്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞിരുന്നൊരു കൺസെപ്റ്റ്, അദ്ദേഹം ഡിസെക്ഷനിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുക? അനാട്ടമി പഠിക്കാൻ കഴിയുകയുള്ളെന്നു അദ്ദേഹം പറഞ്ഞു. ഗാലൻ്റെ എല്ലാം തെറ്റായ ആശയങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹം കംപ്ലീറ്റ്ലി എതിർക്കുകയും അത് തിരുത്തുകയും ചെയ്തു. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അതിനുവേണ്ടി പോരാടി. പിന്നെ ഏകദേശം ഒരു 15 സെഞ്ചുറീസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഈ കൺസെപ്റ്റ് എന്ത് ചെയ്തു? ഇത് അക്സെപ്റ്റബിളായി. അതാണ് നമ്മുടെ വെസേലിയസ്. സോ നമ്മൾ എന്ത് ചെയ്തു? 17th സെഞ്ചുറിയിലോട്ട് പോവുകയാണ്. വില്യം ഹാർവേ.
He was an English physician who discovered the circulation of blood and published it as anatomical exercise on the motion of heart, blood in animal. And he also published a book on embryology. അദ്ദേഹമാണ് സർക്കുലേഷൻ ഓഫ് ബ്ലഡ് കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെ അദ്ദേഹം പബ്ലിഷ് ചെയ്തേക്കുന്ന അനാട്ടമിക്കൽ എക്സസൈസ് ഓൺ ദ മോഷൻ ഓഫ് ഹേർട്ട് ആൻഡ് ബ്ലഡ് ഇൻ അനിമൽസ് എന്നതിലാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. അതേപോലെ തന്നെ അദ്ദേഹം പബ്ലിഷ് ചെയ്തേക്കുന്ന ബുക്ക് എംബ്രിയോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ വില്യം ഹാർവേ. 18th സെഞ്ചുറിയിലോട്ട് പോവുകയാണ്. വില്യം ഹണ്ടർ was an London anatomist and obstetrician. He introduced the present day embalming. ഇന്ന് കാലത്ത് നടക്കുന്ന എംബാമിങ്ങിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് നമ്മുടെ വില്യം ഹണ്ടർ. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി 20th സെഞ്ചുറിയിലോട്ട് പോവുകയാണ്. എന്തൊക്കെയാണ്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വാസ് ഇൻവെൻറ്റഡ് ഇൻ 20th century. It was applied in clinical practice, which made startling changes in the study of normal and disease condition. And various modification of electron microscope and transmission EM and SEM etc. were devised, and these helped in best understanding of the body tissue. എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒക്കെ ഇൻവെൻറ്റഡ് ആയിട്ടേക്കുന്നത് ഈ 20th സെഞ്ചുറിയിലാണ്. അതേപോലെ തന്നെ ഇതെന്ത് ചെയ്തു, ക്ലിനിക്കൽ പ്രാക്ടീസിന് ഹെൽപ്ഫുള്ളായി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റഡി ചെയ്യാൻ പറ്റി, ഡിസീസസ് എന്ന് വരുന്ന കണ്ടീഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റി, മനസ്സിലാക്കാൻ പറ്റി. പിന്നെ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ട്രാൻസ്മിഷൻ EM, അതാണ് ട്രാൻസ്മിഷൻ EM ആണ് ഈ ഒരു ഫിഗർ ഇത്. പിന്നെ SEM സ്കാനഡ് ഇലക്ട്രോ മൈക്രോസ്കോപ്പാണിത്, ഈ ഒരു ഫിഗർ കൊടുത്തേക്കുന്നത്. ഈ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തു, ഡിസ്കവേർഡ് ചെയ്തു. അപ്പോൾ പിന്നെ എന്താണ് പറയുന്നത്, ഈ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തു, ബെറ്റർ ടു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബോഡി ടിഷ്യൂസിനൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കാനൊക്കെ പറ്റുക. സോ എന്താണ് ഈ ട്രാൻസിഷൻ ഇലക്ട്രോ മൈക്രോസ്കോപ്പ്, എന്താണ് SEMൻ്റെ ഒക്കെ എന്തൊക്കെയാണ് അവരുടെ നോക്കാം. എന്താണ് നമ്മൾ ഈ ട്രാൻസിഷൻ ഇലക്ട്രോ മൈക്രോസ്കോപ്പ്, ഈ ഒരു സംഭവം എങ്ങനെയാണ് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ലൈക്ക് സ്മാളസ്റ്റ് സ്ട്രക്ചറായിട്ട് എന്തെങ്കിലും ഒരു മാറ്ററിൻ്റെ സ്മാളസ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റുന്നത് ത്രൂ ഇലക്ട്രോൺസ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ TEM വഴിയാണ്. ഓക്കെ, അതേപോലത്തെ എന്താണ് SEM എന്ന് പറഞ്ഞാൽ, ഇത് ഒരു സ്പെസിമെൻ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ ലൈക്ക് ഇവിടെ കൊടുത്തു, ഇപ്പം ഇതിൻ്റെ സർഫസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ വേറൊരു ഫിഗർ കൊടുത്തേക്കുന്നുണ്ട്, ഇത് നമ്മൾ സ്കാനഡ് ഇലക്ട്രോ മൈക്രോസ്കോപ്പിൽ നിന്ന് കിട്ടിയ ഇമേജാണ്. സോ അതിൻ്റെ സർഫസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് SEMൽ കൂടിയാണ്. ഓക്കെ, സോ എന്താണ് ഈ TM എന്ന് പറയുകയാണെങ്കിൽ എന്തായിരുന്നു, ഒരു സോൾഡോ എന്തെങ്കിലും ഒരു ഐറ്റംസ് നമ്മൾ എടുക്കുകയാണ്, അപ്പം അതിനകത്തുള്ള ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ TMൽ കൂടിയാണ്. അതേപോലെ മറ്റടുത്ത് എന്താണ്, ഒരു സ്പെസിമെൻ്റെ സർഫസിലുള്ള ഇമേജ് നമുക്ക് കിട്ടുന്നത് SEMൽ കൂടിയാണ്. ദെൻ നമ്മൾ പിന്നെ പോകുന്നത് എന്ന് വെച്ചാൽ, ബിസൈഡ് പ്ലെയിൻ എക്സ്റേ ഇൻ ദിസ് സെഞ്ചുറി അൾട്രാസോണോഗ്രഫി ആൻഡ് എക്കോകാർഡിയോഗ്രഫി were discovered. This was the non-invasive safe procedure. Also computer axial tomography or CT scan, a non-invasive procedure, and magnetic resonance image were devised. These were extremely useful sensitive means of understanding the dynamic of body structure in health and disease. സെഞ്ചുറിയിൽ എന്ത് ചെയ്തു, അൾട്രാസോണോഗ്രഫി, എക്കോ, എക്സ്റേ, പിന്നെ CT സ്കാൻ, MRI ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു ഈ ഒരു സെഞ്ചുറിയിൽ. അത് എന്തായിരുന്നു, എക്സ്ട്രീംലി വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു രോഗങ്ങളോ ശരീരത്തിന് എന്തെങ്കിലും ചലനമാറ്റങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സംഭവങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്തതിലോട്ട് പോകുന്നത് വെച്ചാൽ, tissue culture was developed, which was new and exciting field of research. New advances in cases of infertility were discovered, which gave hope to some infertile couples. Gift, gamete intrafallopian transfer got started. അതേപോലെ വേറൊരു ബെനിഫിറ്റാണ് ഈ ഒരു സെഞ്ചുറിയിൽ കിട്ടിയിരിക്കുന്നത്. ടിഷ്യൂ കൾച്ചറൊക്കെ എന്ത് ചെയ്തു, ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, ഡെവലപ്ഡായി. പിന്നെയെന്ന് വെച്ചാൽ വേറൊരു അഡ്വാൻസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, ഇൻഫെർട്ടിലിറ്റി ആയിട്ടുള്ള കപ്പിൾസിന് എന്നൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്നു. എന്ത് വഴി, ഗിഫ്റ്റ് എന്നൊരു സംഭവം എന്ത് ചെയ്തു, കണ്ടുപിടിച്ചിട്ട് അവർക്കൊരു പ്രതീക്ഷ നൽകി. അതെന്താണ് ഗിഫ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ഗിഫ്റ്റ് നമുക്ക് നോക്കാം. സോ ഈ ഫിഗർ സ്പേമും എഗ്ഗും ഒരു നമ്മൾ എന്ത് കൾച്ചേർഡ് ചെയ്ത് ഫലോപ്പിയൻ ട്യൂബിലോട്ട് എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു. പിന്നെ അവിടെ എന്ത് ഫെർട്ടിലൈസേഷൻ സംഭവിച്ച് കുട്ടി ഉണ്ടാവുന്നതിൻ്റെയാണ് ഈ ഒരു ഗിഫ്റ്റ് എന്നത് നമുക്ക് കാണിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാം, 21st സെഞ്ചുറിയിലോട്ട് പോവുകയാണ്. ദ ഫീറ്റൽ മെഡിസിൻ ഈസ് എമർജിങ് ആസ് എ ന്യൂയർ സബ്ജക്ട്. ഈവൻ ട്രീറ്റ്മെൻറ്റ് ഇൻ യൂട്രോ ഈസ് being practiced in some cases, and also human genome is being prepared, and new research in drugs for many disease, especially AIDS, is being done very enthusiastically, and there is also a strong possibility of gene therapy. 21st സെഞ്ചുറിയിൽ വളരെ വളരെ ഉപകാരപ്പെട്ട കുറേ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്ത് ഉണ്ടായി വന്നിട്ടുണ്ട്. ഫീറ്റൽ മെഡിസിൻ എന്ത് ചെയ്തു, ഒരു പുതിയ വിഷയമായി എന്ത് ചെയ്തു, അത് ഉയർന്നു വന്നു. പിന്നെന്ന് വെച്ചാൽ എന്താണ്, ഉള്ള ചികിത്സ പോലും ചില ചികിത്സകളൊക്കെ പരിശീലിക്കുന്നുണ്ട്. ഇൻ യൂട്രോ വെച്ചാൽ ഗർഭപാത്രത്തിലുള്ള ചികിത്സയൊക്കെ എന്ത് ചെയ്തു, ഇപ്പം എന്ത് ചെയ്തു, പരിശീലിക്കുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് വേറെ കാര്യം എന്താണ്, ഹ്യൂമൻ ജീനോം ഒക്കെ എന്ത് ചെയ്തു, കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ന്യൂ റിസർച്ച് ഇൻ ഡ്രഗ് ഫോർ മെനിറ്റുള്ള രോഗങ്ങളൊക്കെ എന്ത് ചെയ്യാം, പുതിയ റിസർച്ച് ചെയ്തിട്ട് ഡ്രഗ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ കാലഘട്ടത്തിലൊക്കെ കണ്ടുപിടിക്കുന്നു. എയ്ഡ്സിനൊക്കെ മരുന്നുകളൊക്കെ എന്ത് ചെയ്തു, ഇപ്പോൾ ഏകദേശം ഒരു കണ്ടുപിടിക്കുന്ന രീതിയിലെത്തി. പല രോഗങ്ങൾ, പ്രത്യേകിച്ച് എയ്ഡ്സിനൊക്കെ മരുന്നുകൾ പുതിയ ഗവേഷണം വളരെ ആവശ്യത്തോടെയാണ് നടക്കുന്നത്. സോ സംഭവം എന്ന് പറഞ്ഞാൽ ജീൻ തെറാപ്പി എന്ത് ചെയ്യുന്നു, വളരെ ശക്തമായിട്ടുള്ള സാധ്യതകളൊക്കെ എന്ത് ചെയ്തു, കാണിക്കുന്നുണ്ട്. സോ ഇതാണ് 21st സെഞ്ചുറിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.